ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഫിഗ്മയിൽ അല്ലെങ്കിൽ UI ഡിസൈനിങ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഷേപ്സ്. നിങ്ങളുടെ മൊബൈൽ ആപ്പ് ആയിക്കോട്ടെ, ഒരു വെബ്സൈറ്റ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷേപ്സ് വെച്ചിട്ടായിരിക്കും കൂടുതലും ഡിസൈൻ്റെ എലമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നത്. എക്സാമ്പിൾ ബട്ടൺ, മെനു ബാർസ്, പിന്നെ ഐക്കൺസ്. ഇതിൽ നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഷേപ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കും. റെക്റ്റാങ്കിൾ, സർക്കിൾ, പിന്നെ എറോ, പിന്നെ ഫിൽ കളറിൻ്റെ ഒരു ബേസിക്, സ്ട്രോക്കിൻ്റെ ഒരു ബേസിക്, ഈ വക കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഫിഗ്മയിൽ ഡിസൈൻ ചെയ്യുന്ന എല്ലാ എലമെൻറ്റ്സിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് ഷേപ്സ്. അപ്പോൾ നമുക്കിനി വെയിറ്റ് ചെയ്യേണ്ട, നമുക്കിനി ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഞാൻ ഇവിടെ ഒരു ഫ്രെയിം എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണ്. ഫസ്റ്റ് ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേപ്സിൽ ഫസ്റ്റ് ടൂൾ വരുന്നത് റെക്റ്റാങ്കിൾ ടൂളാണ്. ഞാനിവിടെ റെക്റ്റാങ്കിൾ എടുത്ത് ഇങ്ങനെ ഡ്രോ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ റെക്റ്റാങ്കിൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ റെക്റ്റാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ തൊട്ട് താഴെ നോക്കി നമുക്കിവിടെ സൈസ് കാണാം അല്ലേ, 260 × 224. ഇതാണ് ഇതിൻ്റെ സൈസ്. ആ സൈസ് തന്നെ നമുക്കിവിടെ ലേഔട്ടിൻ്റെ അവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഓക്കെ, ഇനി ഈ റെക്റ്റാങ്കിൾ ഒന്ന് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുക, ഈ മൂവ് ടൂൾ വെച്ചിട്ട് ഇത് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഡിലീറ്റ് കൊടുത്താൽ മതി. ഇനി നമുക്ക് നോക്കാനുള്ളത് പൊസിഷനാണ്. പൊസിഷനിൽ വരുമ്പോൾ നമ്മൾ എക്സും ഉണ്ട് വൈയും ഉണ്ട്. എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പോകാനുള്ളതും, വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിലേക്കും ബോട്ടത്തിലേക്കും പോകാൻ പൊസിഷൻ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയാണ് അത്. കൂടുതൽ നോക്കാം, നമ്മൾ ഇങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്, ഇത് വെച്ച് നമ്മൾ ചെയ്യാറില്ല. ഇനി നമുക്ക് ഇൻ കേസ് ഏതെങ്കിലും ഒരു കേസിൽ ആവശ്യം വേണമെങ്കിൽ നമ്മൾ ഇതുപോലെ നമുക്ക് ചെയ്യാം. നോക്ക്, ഞാൻ ഇവിടെ ഒരു -200 അടിക്കുകയാണ്. അപ്പോൾ ലെഫ്റ്റിലേക്ക് പോയി. ഇനി ജസ്റ്റ് 200 അടിച്ചു കഴിഞ്ഞാൽ റൈറ്റിലേക്ക് വരും. ടോപ്പും ബോട്ടും അങ്ങനെ തന്നെയാണ്. -200 അടിച്ചു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകും. ജസ്റ്റ് 200 അടിച്ചു കഴിഞ്ഞാൽ താഴേക്ക് വരും. അതാണ് ഈ പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നും കൂടെ റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. 6 പ്രസ് ചെയ്തതിന് ശേഷം ഞാൻ റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ഇപ്പോൾ ഞാൻ വരയ്ക്കുമ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഞാൻ വരയ്ക്കുകയാണ്. ഇപ്പോൾ നോക്കി ഒരു ഡയഗ്രണൽ ലൈൻ കാണുന്നുണ്ടോ സ്ക്രീനിൽ, റെക്റ്റാങ്കിളിൽ? അതിനർത്ഥം നമ്മളിപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിരിക്കുകയാണ്. അതിനർത്ഥം ഇത് പ്രപ്പോർഷണലായിട്ടാണ്. അതായത് ലെങ്ത്, ഹൈറ്റും വിഡ്ത്തും സെയിം ആയിരിക്കും. താഴത്തെ നമ്പേഴ്സ് നോക്കിക്കുക, 242 × 242, 246 × 246 കാണുന്നുണ്ടോ? അപ്പോൾ ലെങ്തും അതിൻ്റെ ഹൈറ്റും അതിൻ്റെ വിഡ്ത്തും സെയിം ആയിരിക്കും. ഇനി ഈ റെക്റ്റാങ്കിളിൻ്റെ ഡയമെൻഷൻ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ മാറ്റാൻ വേണ്ടി കഴിയും. ഹൈറ്റും വിഡ്ത്തും നമുക്കിവിടെ ഈ ലെങ്ത് കാണുന്നില്ലേ, അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ ഞാനൊരു 100 കൊടുക്കുകയാണ്. നമുക്ക് വിഡ്ത്ത് 100 ആയി. ഹൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് 20. ഇതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഞാനിവിടെ ഒരു ഐക്കണുണ്ട്, ലേഔട്ട് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ നമ്പർ കൊടുത്തു ഒരു വിഡ്ത്തിൻ്റെ സൈസ് കൊടുക്കുകയാണ്, ഒരു 300 കൊടുക്കുകയാണ്. അപ്പോൾ നോക്കിക്കേ, അത് ആസ്പെക്ട് റേഷ്യോയിലാണ് വരുന്നതാണ്. 300 × 300 കണ്ടല്ലേ. ഞാനിവിടെ സൈസ് ആസ്പെക്ട് റേഷ്യോ ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്താലും അത് ആസ്പെക്ട് റേഷ്യോ കണക്കാക്കിയായിരിക്കും. അതായത് ലെങ്തും ഹൈറ്റും ഒരുപോലെ ആയിരിക്കും മാറുന്നത്. ഇനി ആസ്പെക്ട് റേഷ്യോ ഓഫ് ആക്കിയിട്ട് ഞാൻ ഇവിടെ ഹൈറ്റ് ഒരു 200 കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 281 × 200. ഇനി ഞാനിവിടെ ആസ്പെക്ട് റേഷ്യോ ഓൺ ആക്കിയതിന് ശേഷം ഇവിടുത്തെ 300 കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ നേരത്തെ കൊടുത്ത സൈസിൻ്റെ അതിൻ്റെ ഒരു ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും നമ്മളിത് ഹൈറ്റ് മൊത്തത്തിൽ വലുതാകുകയും ചെറുതാകുകയും ചെയ്യുന്നത്. ഇനി ഇപ്പോൾ റെക്റ്റാങ്കിൾ ഇവിടെ ഇപ്പോൾ ആസ്പെക്ട് റേഷ്യോ ആണ് ഇപ്പോൾ കിടക്കുന്നത് വിചാരിച്ചു. എന്നാലും നമുക്ക് ഒരു സൈഡ് മാത്രം നീക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ അവിടെ പോയി നീക്കുന്നില്ല. ഓക്കെ, അവിടെ പോയി ആസ്പെക്ട് റേഷ്യോ ഓഫ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ വന്നതിന് ശേഷം കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നീക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഹൈറ്റ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാര്യം കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആസ്പെക്ട് റേഷ്യോ ഇവിടെ ഓഫ് ആകും. അത് ഏത് റെക്റ്റാങ്കിളിൽ മാത്രമല്ല കേട്ടോ, വേറെ ഏത് ഒബ്ജക്റ്റിലും നിങ്ങൾ ഇതാണ് അപ്ലൈ ചെയ്യാനുള്ളത്. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. റെക്റ്റാങ്കിൾ നമ്മൾ പറയുന്ന ഏതെങ്കിലും ഒരു ടൂളിൽ പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ബാക്കിയുള്ള എല്ലാ ടൂൾസിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് ചെയ്യുക. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 4 ഐക്കൺ കാണുന്നുണ്ട്, 4 നോഡ് കാണുന്നുണ്ട് 4 സൈഡിലായിട്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് കോർണർ റേഡിയസിനാണ് ഉപയോഗിക്കുന്നത്. കോർണർ റേഡിയസ് നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന്, നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എല്ലാവരും ഇങ്ങനെ ആയിരിക്കും. ഇവിടെ പ്രസ് ചെയ്തതിന് ശേഷം ഈ നോഡിൽ വരുമ്പോൾ തന്നെ ഈ നോഡിലേക്ക് നമ്മൾ മൗസ് കൊണ്ടുവരുമ്പോൾ
റേഡിയസ് 0 എന്ന് കാണിക്കുന്നുണ്ടോ, അവിടെ എത്തിയിട്ട് നമ്മൾ ജസ്റ്റ് മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോർണർ റേഡിയസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. നമുക്ക് ഒരു പർട്ടിക്കുലർ സൈഡിലെ മാത്രം കോർണർ റേഡിയസ് മതി, കോർണറിൽ റേഡിയസ് മതി. അതായത് ഈ ഭാഗത്ത് മാത്രമാണ് എനിക്ക് കോർണർ റേഡിയസ് വേണമെങ്കിൽ ഞാൻ ഈ ഭാഗത്ത് വന്നിട്ട്, അതായത് ഈ നോഡിൻ്റെ ഈ ഭാഗത്തേക്ക് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ട് പ്രസ് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാത്രം കോർണർ റേഡിയസ് കിട്ടും. ഇവിടെ നമുക്കൊരു ഓപ്ഷനുണ്ട്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ നമുക്കിവിടെ എൻ്റർ ചെയ്യാം. ഞാനിവിടെ ഒരു 25 എൻ്റർ ചെയ്യുന്നു. നമുക്കവിടെ 25 കോർണർ റേഡിയസ് കിട്ടി. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഇനി നമുക്ക് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ സൈഡിലാണോ വേണ്ടത് ആ സൈഡിൽ മാത്രം നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ 25 കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഈ സൈഡിൽ 75 കൊടുക്കുന്നുണ്ട്. അതായത് ടോപ്പ് റൈറ്റ്, ടോപ്പ് ലെഫ്റ്റ് ഞാൻ 75 കൊടുക്കുകയാണ്. ഓക്കെ, അവിടെ മാത്രം മാറി. ഇനി ഞാൻ റൈറ്റ് ബോട്ടം അവിടെ ഞാൻ മാറ്റിയാണ് 75 കൊടുക്കുകയാണ്, അവിടെ മാറി. അപ്പോൾ ഇതാണ് കോർണർ റേഡിയസിൻ്റെ ഒരു ഉപയോഗം. ഇനി ഞാൻ ഈ കോർണർ റേഡിയസിൽ നമ്മൾ കളർ ഫില്ല് ചെയ്യണമെങ്കിൽ കളറിൻ്റെ വിശദമായിട്ടുള്ള ചാപ്റ്റർ വേറെ ഉണ്ട്, ഇതിൽ ഞാൻ പറയുകയാണ്. ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കളർ ഫില്ല് ചെയ്യാം. ഇഷ്ടമുള്ള കളർ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും.